മഴയൊക്കെ മാറി, മഴയില്ല, ചെറിയ ചാറ്റിലൊക്കെ ഇടയ്ക്ക് മുട്ടലും. എന്റെയാ തരത്തില്ല, രാവിലെ വണ്ട തെളിച്ച് വെക്കാം, എന്നിട്ട് മഴയാകുന്നു. അവിടെ കൊണ്ട് 4 വരെ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, D വരെ പഠിച്ചല്ലേ. ആരാണിക്ക് പനിയാണോ? ആരാണിക്ക് പനിയാണോ? ചൂട് കാപ്പി എടുത്താലോ? ആ, കാപ്പി എടുക്കാം. ഷാമ്പൂട്ടിൻ്റെ ഒക്കെ കോലം കണ്ടോ? ജലദോഷമാണ്. എൻ്റെ മോനെ ഫ്രിഡ്ജ് വെട്ടി കൊണ്ടുവന്നാടാ, ഫ്രിഡ്ജ് വെട്ടി കൊണ്ടുവന്നാ. അതിനിവിടുന്നാ കാണത്തില്ലേ, നാരായണിക്ക് പനി. എൻ്റെ പനി എല്ലാത്തിനും പിടിച്ചു. നാരായണി കഴിക്കാൻ പാ. വേണ്ടേ? അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, വന്നേ ബാ ബാ ബാ. എന്നാ വെള്ളം വേണ്ടേ? ഫാൻ അങ്ങോട്ട്, ഫാൻ ഇടുക, വിശക്കുന്നു. ഞെക്കാതെ ഫാനിട്ട് പണിയുന്നു കേട്ടോ. ശാംഭവി അവിടെ വെക്ക. ഈ പറഞ്ഞാൽ എന്നാ കേക്കാത്തേ? വിശക്കുന്ന ഫാനെ പിടിച്ചോക്കിയാ വിശപ്പ് മാറുമോ? ആ, ചോറിപ്പോ തരാം. ചോറായി, കറിയുണ്ട്. ചോറ് മൊത്തം ഇടാതെ ഇവിടെ നനങ്ങിയിട്ടുണ്ടോ? ഇടിക്കാൻ ചോറിക്കും. സൂപ്പറെന്നാ പറഞ്ഞ. സൂപ്പറല്ല, ഇല്ല ഇല്ല, ഞാൻ കുളിച്ച് കുളിക്കാൻ പോവാ. നമുക്ക് പിന്നെ ദിവസമായിട്ട് കുളിച്ചിട്ട് മാറുന്നില്ലല്ലോ, പിന്നെ ഇന്നത്തെ കുളിക്കുന്നേ. നീ നിന്റെ അപ്പ പറയുന്നത് കേട്ടോണ്ട് ശ്യാമളമ്മ കുറ്റം പറഞ്ഞ് നടക്കല്ലോ കേട്ടോ. കുളിച്ചില്ല ബാഡ്ഗേൾ അങ്ങനെ ചെയ്യുന്നേ, മനസ്സിലായോ? ശ്യാമളമ്മ പല്ല് വെച്ചില്ല. ശ്യാമളമ്മ പല്ല് എതിച്ചില്ല, നിനക്കെന്താ കേട്ടോ? മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ കിള്ളി കിഴിച്ച് ചോദിക്കുന്നു. ജനിച്ചിട്ട് കുറെ അപ്പ അങ്ങനെ പലതും പറയും. ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോഴല്ലോ കുറച്ച് ദുശീലങ്ങളുണ്ട്, അത് മാറ്റണം നന്നായിട്ട്. ചുമ്മാ പറഞ്ഞു തന്നാ മാറാൻ പറ്റത്തില്ല ഇതിലേക്ക്. ഞാനും പിന്നെ ഞാൻ ചേച്ചും കൂടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കുളിക്കാൻ പോകും. തുണിയെല്ലാം പെറുക്കി മഴയും പോയി വെയിലും വന്നു. ഇതൊക്കെ എവിടെ നടക്കുന്നത്? കുറച്ച് കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മമാർക്കൊന്നും ഇതൊന്നും പോകത്തില്ല. എന്നാലും ഇത് കൊടുത്തു നോക്കാം. ആരാണിക്ക് പനി കുറച്ച് കുറവെല്ലാം തോന്നുന്നു. എന്താന്ന് പറയല്ലേ? പറ. കുക്കുംബർ ആരാണ്? ചൂടുണ്ട്. ആറോ ഫോട്ടോ? ഗിരീഷ് അമ്പാടിയുടെ ഫോട്ടോ ദിവസവും രാവിലെ പോയിട്ട് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. കാണിക്കുകയൊക്കെ ചെയ്യാം. നിൽക്കേ, ഇന്ന് മഴ പെയ്തില്ല, എന്നാലും നല്ല തെളിവായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്.
ചെമ്പാടിയുടെ കാണണം കാണാന്നേ നിർവാഞ്ഞ ഗിരീശമ്പാടിയുടെ നിറവോ? ഞാനേ ഗിരീഷ്മാമനെ കണ്ടിട്ടില്ല. നിർവാഞ്ഞ നോറാ വെളുപ്പ് വെളുപ്പ് വെളുപ്പെന്ന് വെച്ചാൽ വെളുപ്പെന്ന് പറഞ്ഞാൽ വെള്ള ബ്ലാക്ക് ശാമ്പുവിയുടെ നിറം. ഓക്കെ, വെള്ള എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണോ? പച്ച നിറമാണോ ഗിരീശമ്പാടിക്ക്? നീല നിറമാണോ ഗിരീശമ്പാടിക്ക്? ഡ്രസ്സിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചേ? അത് മെറൂണ് ആണോ? ഞാൻ കാണിക്കാം. ഫോണോട് വെച്ചേ, ഞാൻ അടുത്ത് കാണിക്കാന്ന് പറഞ്ഞില്ലേ? ഉണങ്ങിയോ? അത് ഉണങ്ങിയോ? എന്തിനാന്നറിയോ? ഗിരീശമ്പായുടെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞോണ്ട് വടക്ക്. അതെവിടെയാ കൊണ്ട് വെക്കുന്നേ? എടി വാടി, ഒന്നുകൂടെ തെളിച്ച് പറയാമോ? എനിക്ക് ചെവി ഇച്ചിരി പുറകോട്ടാന്നറിയാവോ? എന്നാ പറഞ്ഞേ? ആ ആ ആ എവിടെ കൊണ്ടുവിട്ടു? എന്ത് ഇവിടുന്ന് മാറ്റിയായിരുന്നോ എന്താ റോക്കീനെ? അപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് പനിയും വയറ്റുവേനൊക്കെ ആയിട്ട് വെളി ഇറങ്ങുന്നേ ഇല്ല. പിന്നെ മഴ. റോക്കി പോകണോ? ഞാൻ ചുമ്മാ കെട്ടിട്ടതാണെന്ന്. ഇവിടാണോടാ? തീരെ എൻ്റെ വഴിക്ക് പോയാലും ഇവൻ കാണാൻ ഉറങ്ങൂലോ. അതേ ഉള്ളൂ. ചേട്ടാ കൈ വയ്യില്ലേ? വയ്യ. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണമെന്ന്. ഞാൻ ആ വയ്യാത്ത കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും രണ്ട് കൈയല്ലേ ഉള്ളൂ. എൻ്റെ മൂന്നാമത്തെ കൈയല്ലേ നീ? ആ ഇപ്പം നോർമലായിട്ടുള്ളത് ഇപ്പം ചേട്ടാ മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പനിയും ഒക്കെ അല്ലേ, തീ കുരുത്തല്ലേ. അപ്പം ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോഴും പള്ളയായല്ലോ. കള 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 ഭയങ്കര. ഇതൊന്ന് പിടിച്ചേ. മറ്റേ കൈ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇതിൽ ആ കൈ കൊണ്ട് എടുക്കുന്നത്. കുക്കുമ്പർ തിന്നുകൊണ്ട് അപ്പോഴാണ് ഞാനിങ്ങനെ വന്നേക്കും. തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. മഴ പെയ്താൽ ഉണങ്ങിയാനെ. പക്ഷെ അത് അലക്കി കഴിഞ്ഞില്ല, ഇപ്പം അല്ലേ തീർന്ന്. അത് ഇവിടെ കൊണ്ടിട്ടാൽ മതിയായിരുന്നു ആ സമയത്ത്. പിന്നെ മഴ പെയ്തില്ലായിരിക്കും ഇപ്പം. ഈ 12 ദിവസം ഒരു ഗ്യാപ്പ് വരുന്ന. അത് 12 ദിവസം കൂടിയാണോ ഗ്യാപ്പ്? അല്ല, 12 ദിവസം കഴിഞ്ഞ് ഇനിയും പെയ്യും. ഇതുപോലത്തെ ഗ്യാപ്പ് ഉടനെ ഉണ്ടായില്ലല്ലോ. ഇതിപ്പോൾ ഒരു 10 ദിവസം കൂടി കണ്ട. അത് അകത്ത് കൊണ്ടിടും. അകത്ത് കൊണ്ടിടല്ലേ? എല്ലാം ഉണ്ടാക്കി വെച്ചെന്നോട് അമ്മ പറഞ്ഞല്ലോ. പയറ് മെഴുക്കുവരട്ടി വെച്ചു, പിന്നെ ഇത് മുട്ടയ്ക്കുള്ളത് ഗ്രേവി ഉണ്ടാക്കി വെച്ചു. ഇത്ര ദിവസം ജയിൽവാസം അല്ലായിരുന്നു, സാധനം കിട്ടട്ടെ. ഇങ്ങനെ ചേട്ടായിക്ക് എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ജയിൽവാസമാണോ? ഞാൻ പോലല്ലേ നീ. എൻ്റെ കൈ കുറച്ച് നീര് കുറവുണ്ട്, സ്വല്പം. ആര്? കൈക്ക് വണ്ണം വെച്ച്. എന്നാ പറ്റിയതെന്ന് ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത്.
തുണി വിരിച്ചിട്ടുണ്ടോ? ഞാൻ എടുത്തോളാം. മനോജനെ കണ്ടോന്ന് ചോദിച്ചു നോക്ക്. നാളെ ആ പുള്ളിക്ക് ഓട്ടോ ഇതുള്ള ചോട് ആണോ? പച്ചക്കറി കഴിഞ്ഞിട്ട് നോക്കട്ടെ. ചെരുപ്പ് അതാണ് ഇട്ടോണ്ട് പോന്നേ. ഞാൻ എടുത്തോണ്ട് വരണോ? ഓ ഇല്ല, കൈയൊന്നും ചെയ്യാത്തല്ലേ, എങ്ങനെ നടത്തില്ല? കൈ കുത്തില്ലല്ലോ ഞാൻ നടത്തുന്നത്. എന്നും ഉണ്ട് ഈ ചെരുപ്പ് ഇട്ടുണ്ടോ. സ്കൂളിൽ പോണോ നോക്ക്. ഇപ്പൊ സ്കൂളിൽ പോണോ? ഇപ്പൊ എവിടെ സ്കൂള്? നിക്കർ മേടിക്കണോ? നാളെ ആട്ടെ, ഞാൻ മേടിക്കാം. ഇപ്പൊ എവിടെയാ? ഇന്ന് ഞായറാഴ്ച തുണിക്കട തുറക്കണ്ടേ? വെള്ളം എടുത്താൽ കുടിക്കാം. നിനക്ക് എപ്പോഴും വെള്ളം എടുക്കും. അപ്പയ്ക്ക് വെള്ളം എടുത്തു കൊടുത്തേ. അപ്പൊ പാല് മേടിക്കാൻ സ്കൂളിൽ പോണം പോലും. ഇതന്നെയല്ലേ നിക്കറൊക്കെ ഉണങ്ങിയോന്ന്. രാജൻ പി ദേവ ഉണ്ടായിരുന്നെങ്കിൽ രായപ്പൻ കൊച്ചിൻ്റെ ആളെ വന്നെടുക്കണമായിരുന്നു. പുള്ളിക്ക് അറിയത്തില്ലേ പിന്നെ ആളെടുക്കാൻ. ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു ഇവളെ കൂടെ വരവ് കണക്കാ. ഞാൻ രാജനെ കൊണ്ട് എടുപ്പിച്ചിട്ടേ. എന്ത് വട്ടുണ്ടോ പിന്നെ കൊച്ചിനെ കൊണ്ട് ഇനിയിപ്പം ശ്യാമളമ്മ നാളെ വരും. ശ്യാമളമ്മ ഉണ്ട്. പിന്നെ ഈ തുണിയുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളാണെങ്കിൽ ഇപ്പം മഴ വരുമ്പം എടുക്കും, മഴ പോകുമ്പോൾ ഇടും. അങ്ങനെയൊക്കെ ഇച്ചിരി മടിയുള്ള കൊടുത്തിട്ടുള്ള അമ്മയ്ക്ക് ആ ഒരു കാര്യത്തിന് ഒരു മടിയില്ല. എനിക്കറിയത്തില്ല, ഒട്ടും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മഴ വരുവാണെങ്കിൽ അന്നേരം എടുക്കും. എന്നിട്ട് ഇങ്ങോട്ട് മാറി കുറച്ച് നേരം കഴിയുമ്പോൾ വെയിൽ വരുമെന്ന് വെച്ചു ആ സെക്കൻഡിൽ കൊണ്ടിടും. അടുത്ത മഴ വരുമെന്ന് നമുക്കറിയാം. എന്നാലും അങ്ങനെയാണ്. അയ്യപ്പാ, ഞാൻ അവിടെ ഒന്ന് നിൽക്കാമല്ലോ, അവിടെ പോയി ഇരിക്കാമല്ലോ കുറച്ച് നേരം എന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ വേണ്ടേ ആ സൈഡിലൊരു ഒച്ച കേട്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു നൈസായിട്ട് ഒരു പാമ്പ് അതിൽ ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോകുന്നു വെച്ചാൽ അങ്ങോട്ട് നിൽപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ടല്ലോ, അവിടെ കിടപ്പുണ്ടായിരുന്നു. ഓ, പിന്നെ നമ്മൾ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. തന്നെ നമുക്ക് ഇതിൻ്റെ പേര് എഴുതി കാണിച്ചാൽ ഓടും ഞാൻ. അങ്ങനെ ഉണ്ടോ? ഓ ഇല്ല, ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. കുളത്തിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ പണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിട്ട് പണി കിട്ടും. ഇതുവരെ പണിയൊന്നും തന്നിട്ടില്ല. എങ്കിലും മൊത്തം കാടാണ് കേട്ടോ ഇവിടെ. നമ്മുടെ പറമ്പ് മാത്രമല്ല, നമ്മുടെ പറമ്പിൽ അത്രയില്ല. ഇത്
ചേട്ടാ പറയുന്ന കേട്ടോ മുട്ടറ്റം കാടാന്ന്. എൻ്റെ പൊന്നെ, ഇതിനകത്ത് കാണുമുള്ള സംഭവങ്ങളെല്ലാം. ആൾക്കാരെല്ലാം ഇതിനകത്ത് കാണും മിക്കവാറും. മൂർഖനും രാജവെമ്പാലയും എല്ലാം ഇതിനകത്ത് കിടക്കും. സുഖമല്ലേ, നല്ല തണുപ്പടിച്ചങ്ങ് കിടക്കാമല്ലോ ഇവിടെ. നാരായണി കുറച്ച് നേരം എണീറ്റിരുന്നേ. വിളക്കത്ത് സമയങ്ങളെ എണീറ്റിരിക്കേ കേട്ടോ. ആ കസേര മൊത്തം തുണിയാ. ഞാൻ പാമ്പിനെ അവിടെ കുറച്ച് മുമ്പാ കണ്ടോ, അത് പോയി കാണാം എൻ്റെ വഴിക്ക്. ആ വന്നു. അപ്പോൾ ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഇത് പാലം എടുക്കാൻ പോയതല്ലേ. ഒന്നും മേടിച്ചില്ല. മീൻ മേടിച്ചു. മീൻ കേട്ടോ. അയ്യോ, ഞാൻ എങ്ങനെ വിട്ടു? ഒരു രക്ഷോ. അയ്യേ പൊക്കോണിട്ട് ഇതിനാ ചുമ്മാ മിണ്ടാ. പൊക്കോണിട്ട് ചൈനക്കാർ കാണിക്കുന്ന പോലെ. അയ്യടാ വെട്ടിക്ക്. പാലെടുക്കാൻ പോയതാ. ഞാൻ പോയി കുറച്ച് സാധനം മേടിച്ചു. ധനായി പോയോ? ആഹാ, ഷാമ്പൂ കൊള്ള കിട്ടി. എന്താ വെളിച്ചെണ്ണയോ പാരഷൂട്ടിൻ്റെയോ? ഓ നന്നായി തല തേക്കാനായിട്ട്. അത് എണ്ണയൊക്കെയാ മോനെ. ഇതൊന്നും പൊട്ടിക്കണ്ട. ഇത് എന്നോട്ടിരുന്നല്ലേ അവിടെ പൊട്ടം. ഉണ്ടോ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എൻ്റെ ചേട്ടൻ മീൻ വെട്ടുന്നു. നാണക്കേട് വല്ലതും ഉണ്ടോ അങ്ങനെ? അങ്ങനല്ല ഞാൻ കാണിച്ച. വെള്ളം ആദ്യം ഒഴിച്ചു വെക്കണം. ഞാൻ കാണിച്ചു തരാം. ആ യെസ്. നീ കറി തിളച്ചു. മീനിട്ടായിരുന്നു ഇതിനകത്ത്. വീട് കുഞ്ഞുമത്തി.